ചൂട് കാരണം മനുഷ്യർ മരിച്ചു പോകുമോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണിത്. ഇതിനുള്ള ഉത്തരം ഇപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ? കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 2-3 ആളുകൾ സൂര്യാഘാതമേറ്റ് മരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം മരിക്കാം. മനുഷ്യർ മാത്രമല്ല, ഏതൊരു ജീവജാലങ്ങളും ഒരു പരിധി വിട്ട് ചൂട് ഏറ്റുകഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അതാണ് അതിന് ഉത്തരം. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള, അതായത് ഒരു പരിധി വിട്ട് സീരിയസിലേക്ക്, അതായത് നമ്മുടെ ശരീരം വളരെയധികം അപകടാവസ്ഥയിലേക്ക് ചൂട് കാരണം പോകുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ? അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ 2 ടേംസ് കേൾക്കുന്നുണ്ട്: സൂര്യാതപം, സൂര്യാഘാതം അല്ലേ? ഈ സൂര്യാതപം എന്ന് പറയുന്നത് നമ്മുടെ, ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ തൊലിപ്പുറത്തെ മാത്രം, അതായത് നമ്മുടെ സ്കിന്നിനെ പ്രധാനമായിട്ട് സൂര്യനിലെ UVA UVB റേസുകൾ ബാധിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മെയിനായിട്ട് ബാധിക്കപ്പെടുന്നത് ത്വക്കാണ്, സ്കിന്നാണ്. ഇന്റേണൽ ഓർഗൻസ്, ആന്തരികമായ അവയവങ്ങൾ ഇതിൽ ബാധിക്കപ്പെടുന്നില്ല. എന്നാൽ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം, ഇതിൽ ഇന്റേണൽ ഓർഗൻസ് ബാധിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പോവുകയും മരണം വരെ സംഭവിക്കുകയും. ഇപ്പോൾ ഇതൊക്കെ എല്ലാം ഹീറ്റ് സ്ട്രോക്ക് സംഭവിച്ചിട്ടാണ് നമ്മുടെ മരണങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സൂര്യാതപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിന് പുറത്ത് സൂര്യൻ്റെ UV റേസ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകളാണ് പ്രധാനമായിട്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായിട്ട് തൊലിപ്പുറത്ത് കാണുന്ന പൊള്ളലുകളാണ്. നമുക്ക് തൊലി ഇങ്ങനെ തൊടുന്ന സമയത്ത് നീറുന്ന പോലെ നമുക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. തൊലിയുടെ പുറത്ത് പൊള്ളൽ സംഭവിച്ച പോലെ തന്നെ റെഡ് കളറിൽ നമുക്കിങ്ങനെ പാടുകൾ കാണാൻ പറ്റും. പക്ഷേ ആ മനുഷ്യൻ, ആ വ്യക്തി പൂർണ്ണമായി കോൺഷ്യസ് ആയിരിക്കും. ബോധത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല, കോൺഷ്യസ് ആയിരിക്കും. ഈ പറയുന്ന ഈ സ്കിന്നിൽ ചിലപ്പോൾ കുമിള പോലെ നമുക്ക് ശരിക്കും നമ്മൾ പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, ചിലപ്പോൾ നമുക്ക് റെഡ് കളറിൽ ആ ഒരു ഡിസ്കളറേഷൻ മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോൾ കുറച്ചുകൂടി സിവിയർ ആകുമ്പോൾ കുമിളകൾ പോലെ പൊന്താം, ബ്ലിസ്റ്റേഴ്സ് വരാം. അപ്പോൾ ഇതൊക്കെ ഇതിൽ സംഭവിക്കാം. ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്ക് ഭയങ്കര പരവേശം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, തലവേദന ഉണ്ടാവും. ഇതെല്ലാം സൂര്യാതപത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വ്യക്തിക്ക് ബോധത്തിൽ, കോൺഷ്യസ്നെസ്സിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ സൂര്യാഘാതം, സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ബോധമണ്ഡലത്തിലെ കോൺഷ്യസ് ലെവലിലെ ഓൾട്ടറേഷൻസ് ഉണ്ടാക്കും. അതായത് ഓൾട്ടേർഡ് സെൻസോറിയം, ബോധമണ്ഡലത്തിൽ വ്യത്യാസങ്ങളും, രോഗി കുഴഞ്ഞു വീണ് അൺകോൺഷ്യസ് ആവുന്ന അവസ്ഥയും ഉണ്ടാവുന്നതാണ് സൺസ്ട്രോക്ക്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഇതിൽ തൊലിപ്പുറത്ത് മാത്രമല്ല പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, ഇന്റേണൽ ഓർഗൻസ് വരെ അഫക്റ്റഡ് ആവാം. ഇതിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മുടെ ബോഡിക്ക് നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അറിയാലോ, നന്നായിട്ട് ചൂടെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം സ്വെറ്റ് ചെയ്യും, അതായത് വേർക്കും. ഈ വേർപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു സേഫ്റ്റി മെക്കാനിസമാണ്. എന്താ അത്? അപ്പോൾ നമ്മൾ വേർക്കുന്ന സമയത്ത് ഈ പുറത്ത് വരുന്ന ഈ വേർപ്പ് തുള്ളികളെ ഇവോപ്പറേറ്റ് ചെയ്ത് കളയാൻ, ബാഷ്പീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം കൂൾ ഡൗൺ ചെയ്യും. ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തിനെ കൂൾ ഡൗൺ ചെയ്ത് നമ്മുടെ കോർ ടെമ്പറേച്ചറിനെ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാനും നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ടെമ്പറേച്ചർ മെക്കാനിസം, തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൂര്യാതപം ഏൽക്കുന്ന, അതായത് തൊലിപ്പുറത്ത് മാത്രം പ്രശ്നം പറ്റുമ്പോൾ നമ്മുടെ ഈ മെക്കാനിസത്തിന് പ്രശ്നമൊന്നും പറ്റുന്നില്ല. നമ്മൾ അധികവും വേർക്കും. ഈ ബോഡി ടെമ്പറേച്ചർ നോർമലാക്കാൻ നമ്മുടെ ശരീരം അപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സൺസ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യാഘാതത്തിൽ നമ്മുടെ ഈ തെർമോ റെഗുലേറ്ററി മെക്കാനിസം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആവും. നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് കോർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോർ ടെമ്പറേച്ചർ മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസ് ഓർ 104 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കുതിച്ചു വരും. നമുക്ക് ദേഹമൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമ്മൾ നോർമലി സ്വെറ്റ് ചെയ്യില്ല, വേർക്കില്ല, ദേഹമൊക്കെ ഇങ്ങനെ പൊള്ളുന്ന പോലെ ചൂട്, നമ്മുടെ ടെമ്പറേച്ചർ തന്നെ 40 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസം ഫെയിലിയർ ആവുകയും ഈ പറയുന്ന കോർ ടെമ്പറേച്ചർ അധികമാകുന്നത് നമ്മുടെ തലച്ചോറിനെ, പ്രത്യേകമായിട്ട് തലച്ചോറിനെയാണ് ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കോൺഷ്യസ് ലെവലിൽ മാറ്റങ്ങൾ വരുന്നതും മരണത്തിന് വരെ അത് കാരണമാകുന്നതും. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ. വീണ്ടും പറയുകയാണ്, രാവിലെ 11 മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഏറ്റവും കൂടുതൽ സൂര്യൻ്റെ ഏറ്റവും അതികഠിനമായ റേസ് വരുന്ന സമയമാണ്. 11 to 3 മാക്സിമം നിങ്ങൾ പുറത്തിറങ്ങി നടക്കാതിരിക്കുക. പലരും പറയുന്നത് കേൾക്കാം, ഞങ്ങൾ പുറത്തിറങ്ങി വലിയ ആയാസമുള്ള പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു ബില്ലടയ്ക്കാൻ പോയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോയതാണ്. നോക്കൂ, 2 തരം ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സൂര്യാഘാതം എന്ന് പറയുന്നത് പുറത്തിറങ്ങി, ഇപ്പോൾ മാനുവൽ ലേബേഴ്സ്, ഇപ്പോൾ നമ്മൾ തൊഴിലുകൾ ചെയ്യുന്ന, ഇപ്പോൾ കൂലിപ്പണിക്കൊക്കെ പോകുന്ന, ദേഹാധ്വാനം
ദേഹാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് വരുന്നതാണ്. അല്ല, 2 തരം ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്. അത് എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്നും നോൺ എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്നും അതിനെ തരംതിരിക്കാം. എക്സേർഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാനുവലി പണിയെടുക്കുന്ന ദേഹാധ്വാനം ചെയ്യുന്ന ആളുകൾക്കാണ് വരുന്നത്. എന്നാൽ നോൺ എക്സേർഷണൽ ഹീറ്റ് സ്ട്രോക്ക് ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് സൂര്യന് നമുക്ക് എക്സ്പോഷർ ഉണ്ടായാൽ മാത്രം വരുന്ന ഹീറ്റ് സ്ട്രോക്ക് ആണ്. സോ പണിയെടുത്താൽ, ദേഹാധ്വാനം എടുത്താൽ മാത്രമാണ് ഹീറ്റ് സ്ട്രോക്ക് വരിക എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ആർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. സോ 11 to 3 മാക്സിമം സൺ എക്സ്പോഷർ ഒഴിവാക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത്, നമ്മുടെ ക്ലോത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് കളേർഡ് ക്ലോത്തിങ് എടുക്കുക. ഇതുപോലെ വളരെ ലൂസായിട്ടുള്ള ലൈറ്റ് കളേർഡ്. നിങ്ങൾ ഈ ബ്ലാക്ക് കളർ ഒരിക്കലും ഇടരുത്. ബ്ലാക്ക് കളറ് സൂര്യൻ്റെ അല്ലെങ്കിൽ ചൂടിനെ ആഗിരണം ചെയ്യുന്ന കളറാണ്. ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇടരുത്. ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ ഇടരുത്. പരുത്തി വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എപ്പോഴും കയ്യിൽ വെള്ളം കരുതുക. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ORS ആവാം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളമാവാം, അല്ലെങ്കിൽ സംഭാരമാവാം. ഇനി ഒന്നുമില്ലെങ്കിലും സാധാരണത്തെ തിളപ്പിച്ചാറിയ വെള്ളമാവാം കേട്ടോ. ഇടയ്ക്ക് ഒരു ദിവസം മിനിമം 2 to 2.5 ലിറ്റർ എങ്കിലും മിനിമമാണ് കുടിച്ചിരിക്കുക തന്നെ വേണം. ഇതിൽ ഞാൻ വൃക്കരോഗികളെയും ഹൃദ്രോഗികളെയും ഒഴിവാക്കുന്നു. അവർക്ക് കൃത്യമായിട്ടുള്ള അളവിലാണ് കുടിക്കേണ്ടത്. ബാക്കി ഇതിനൊന്നും കുഴപ്പമില്ലാത്ത എല്ലാവരും മിനിമം 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. പിന്നെ ചായ, കാപ്പി എന്നീ ചൂടുള്ള പാനീയങ്ങൾ, മാക്സിമം കഫീനുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോല പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. സോ വെള്ളം നല്ലപോലെ കുടിക്കുക. ദാഹമില്ലെങ്കിലും കുടിക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ദാഹിക്കുമ്പോൾ കുടിക്കാനല്ല, ദാഹമില്ലെങ്കിലും കുടിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേർത്ത് നിങ്ങൾക്ക് അറിയാതെ തന്നെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ആൽക്കഹോൾ ഒരു കാരണവശാൽ ഉപയോഗിക്കരുത്. ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിൽ മെയിൻ ആളാണ്. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു പാനീയങ്ങളും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയിൽ കുട്ടികളെയും വലിയ ആളുകളെയും ഒരു കാരണവശാലും ഇരുത്തി പോകരുത്. അത് ആരും ഇരിക്കരുത്. വണ്ടിയിൽ AC ഇട്ടിട്ട് ഇനി എങ്ങനെ തന്നെ ആയാലും പാർക്ക് ചെയ്ത വണ്ടികളിൽ ഒരു കാരണവശാലും ആളുകൾ ഇരിക്കരുത്. പിന്നെ എന്താണ് പറയാനുള്ളത്? ഇതന്നെയാണ് പ്രധാനമായിട്ട്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടെങ്കിലും ഇറങ്ങുക. കുറേയൊക്കെ നമ്മുടെ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സൺസ്ക്രീൻ സാധിക്കും. SPF 50 ഉള്ള PA 3+ എങ്കിലുമുള്ള മിനിമം ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഇപ്പോൾ ഒരു 200-300 രൂപയ്ക്കൊക്കെ ഒരു സൺസ്ക്രീൻ കിട്ടും. അത് നിങ്ങൾക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാം. അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പുറത്ത് പോകുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക. ഇനി അടുത്തത് പലരും ചോദിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഹീറ്റ് സ്ട്രോക്കോ അല്ലെങ്കിൽ സൂര്യാതപോ ഏൽറ്റു, എന്താണ് ആദ്യമേ ചെയ്യേണ്ടത്? നോക്കൂ, ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തിയെ തണുത്ത ഒരു പ്രതലത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. സൺ എക്സ്പോഷറിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തുറസായ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ കീഴേക്കെങ്കിലും എവിടെയെങ്കിലും ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് ഒരു AC റൂം വല്ലതും കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി. എത്രയും വേഗം സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും ആ വ്യക്തിയെ മാറ്റി തണുപ്പിക്കുക. നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിന് ആദ്യം തന്നെ തണുപ്പുള്ളൊരു പ്രതലത്തിലേക്ക് മാറ്റുക. പിന്നെ ഡയറക്റ്റ്ലി നമ്മൾ ഐസ് കൊണ്ടുപോയി വെക്കുക. ഡയറക്റ്റ്ലി ഐസ് സ്കിന്നിൽ വെക്കുന്നത് ഒഴിവാക്കണം. അതിന് പകരം ചെയ്യുന്നത്, ഐസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഐസ് വാട്ടർ എടുത്ത് അതിൽ കോട്ടൺ തുണി മുക്കി സ്പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് ഐസ് വാട്ടറിൽ തുണി മുക്കിയിട്ട് ഇങ്ങനെ സ്പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെ തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് നമുക്ക് ഈ നമ്മുടെ ഈ ഇൻഗ്വൈനൽ ഏരിയ, നമ്മുടെ തൊടകളുടെ ഇടയിൽ, കക്ഷത്തിൽ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുക. അപ്പോൾ കക്ഷത്തിൻ്റെ ഉള്ളിലും അതുപോലെ തൊടകൾക്കിടയിലൊക്കെ ആയിട്ട് ഐസ് വെള്ളത്തിൽ മുക്കിയ തുണി ഇങ്ങനെ കുറച്ച് നേരം വെച്ചിരിക്കുക. അത് ഇടയ്ക്ക് മാറ്റണം കേട്ടോ. അത് കുറച്ചു നേരം വെക്കുക, പിന്നെയും ആ ഐസ് വെള്ളത്തിൽ മുക്കി സ്പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഐസ് 4 പുറവും വെതറിയിട്ട് ആ വ്യക്തിയെ അതിന് മുകളിൽ ഒരു തുണി വിരിച്ച്, ഒരു ബെഡ്ഷീറ്റോ വല്ലതും വിരിച്ച് അതിന് മുകളിൽ കടത്തി നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എത്രയും വേഗം നോക്കണം. ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഊരണം. മനസ്സിലായോ? ടൈറ്റ് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഊരണം. അപ്പം തന്നെ നമുക്ക് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ എന്നിട്ട് ഈ രീതിയിൽ തണുത്ത വെള്ളത്തിൽ തുണി മുക്കിയിട്ട് അവരെ ഇങ്ങനെ പൊതിയുക. അതുപോലെ തന്നെ സ്പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. വെള്ളം കുടിക്കാൻ കൊടുക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നോക്കൂ, സൂര്യാതപം പേഷ്യൻ്റ് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ ORSോ വെള്ളമോ നാരങ്ങ വെള്ളമോ എന്താന്ന് വെച്ചാൽ വെള്ളം നല്ലപോലെ കുടിക്കാൻ കൊടുക്കാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിൽ അദ്ദേഹം ഒരു ബോധമില്ലാത്ത പോലെയാണ്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ബോധം കെട്ടു വീണു വയ്ക്കുക, ഒരു കാരണവശാലും വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ബോധമണ്ഡലത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും വെള്ളം വായിൽ ഒഴിച്ചു കൊടുക്കരുത്. അത് ആസ്പിറേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ്. ഉടൻ തന്നെ ആ വ്യക്തിയെ ആശുപത്രിയിലേക്ക് മാറ്റുക. അവർക്ക് കൃത്യമായിട്ട് IV ഫ്ലൂയിഡുകളും ബാക്കി കൂളിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ബാക്കി ചെയ്യാം. പെട്ടെന്ന് ചെയ്യേണ്ടത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. തുണികൾ അഴിച്ചു മാറ്റുക. ബോധമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ്
ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഇനി ഒരു ടോക്ക് കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരിലേക്കും എത്തിക്കൂ. കാരണം ഇപ്പോൾ പാമ്പ് കടി പോലെ തന്നെ പ്രശ്നക്കാരനായിരിക്കുകയാണ് നമ്മുടെ ചൂട്. ഇനി എത്ര ദിവസം ഇതിങ്ങനെ പോകുമെന്ന് അറിയില്ല. സോ എല്ലാവരും ശ്രദ്ധിക്കുക, പരമാവധി വീടിനുള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. ബൈ.